ഹലോ, വെൽക്കം ടു സവീന കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കൊരു മീൻകറി വെക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആവോലിയാണ്. വേണ്ട 3 ആവോലി ഇട്ടിട്ടുണ്ട്. നമുക്ക് മുളക് കറി വയ്ക്കാം. അത് എങ്ങനെയാണ് വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 കൊത്ത് കരിയാപ്പല, ഒരു കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. 4-5 കഷ്ണം ചുമന്നുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വാളംപുളിയാണേ. ഒരു ഇച്ചിരി വാളംപുളി എടുത്തിട്ട് അതിനകത്ത് വെള്ളത്തിൽ ഇടണം. ഇനി നമുക്ക് വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ട് മീൻ കറിക്കുള്ള പൊടികളെടുക്കാം. ഈ സ്പൂണിന് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കടുക് വറക്കുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇടണം. കടുകും ഉലുവയും കൂടിയിട്ടാണ് പൊട്ടിക്കേണ്ടത്. ഇനി നമുക്ക് ചട്ടി വെച്ച് കടുക് വറുത്ത് വഴട്ടാം. ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. തക്കാളിപ്പഴം എടുത്ത് നല്ലത് കഴുകി ഇതുപോലെ അരിഞ്ഞ് വെക്കണം. ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി തീ കത്തിച്ച് എണ്ണ ഒഴിക്കാം. ചട്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഈ എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം, ഉലുവ ഇട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല, ചെറിയ ഉള്ളി എല്ലാം വഴട്ടത് നല്ലപോലെ മൂത്ത് വെന്തരിയണം. തീ കുറച്ചിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നല്ല ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മൂപ്പിക്കും. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം. മുളക് നല്ലോണം മൂപ്പിട്ടുണ്ട്. തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളമേ ആവാവൂ. നമുക്ക് ഉപ്പിടാം. സ്പൂണിന് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഈ കറി നല്ലപോലെ തിളച്ച് തക്കാളി വെന്തതിന് ശേഷം മീൻ പറിച്ചിടാം. മീൻ കറി തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ചുടുപ്പറ്റണം തിളച്ച്. തിളച്ചിട്ട് നമുക്ക് മീൻ പറിച്ചിടാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പറിച്ചിടാം.
ഇത് ചട്ടിയുടെ അടിയിൽ ഇളക്കരുത്, ഇളക്കാതെ ചട്ടിയിൽ മീൻ താത്ത് വെച്ച് കൊടുക്കണം അരപ്പിനകത്ത്. ഇനി ഇതോട് ചെറിയ തീയിട്ട് നന്നായിട്ട് പറ്റിക്കണം. പിന്നെ ഇളക്കരുത്, മീൻ ഇടയ്ക്ക് നടുക്ക് തവി ഇവിടെ ചേർത്ത് ആക്കി കൊടുക്കണം. പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. മീൻകറി പറ്റിയിട്ടുണ്ട്. ഈ നെയ്യ് കണ്ടോ, മീൻ എണ്ണ മൊത്തം തെളിഞ്ഞ് മീനിൻ്റെ അരപ്പിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻകറി ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മീൻകറി ഞാൻ കാണിച്ചതുപോലെ എല്ലാവരും വയ്ക്കുക. എണ്ണക്കറി എന്നാണ് പറയുന്നത് ആ മീൻകറിക്ക്. വച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വയ്ക്കുക. വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് അടിക്കണം.